കാതികനാണെങ്കിലും വീടൊക്കെ ഭയങ്കര സെറ്റപ്പ് അല്ലേ കാതര? അതിലൊന്നും കാര്യമില്ലടാ. ഒരു ഓട്ടോ മേടിക്കാൻ പോലും കാര്യമില്ലാത്ത നമ്മൾ വന്നത് വാടകയ്ക്ക് കയറെടുത്തുണ്ടല്ലേ. കാതികൻ കളിക്കവിടെ കമലേഷ്. കൊള്ളാം, ശ്രദ്ധിച്ചോ? എല്ലാത്തിലും കായുണ്ട്. കാതികൻ കളിക്കവിടെ കമലേഷ്. അടി. ഈ കാതികൻ കളിക്കവിടെ കമലേഷ് സാറുണ്ടോ? അകത്തുണ്ട്. ഞാൻ കുറച്ച് മലക്കറി മേടിച്ചിട്ടുണ്ട്. എങ്ങടാ? ഇല്ല, ഞാൻ പോയി ഗുണ്ട് മലകറി ചോദിച്ചാൽ കൊടുക്കൂ. മലക്കറിയല്ല, കാതികനാ. വാ. സഹൃദയരെ, എന്റെ പുതിയ കഥയുടെ പേര് ഫേസ്ബുക്ക്. ഈശ്വര, ഈ കഥയെങ്കിലും ഒന്ന് ഹിറ്റാക്കി തരണേ. തീർച്ചയായിട്ടും ഹിറ്റാവും. ഹിറ്റാവും സാമേട്ടാ, ഹിറ്റാവണം. ഇപ്പോ ഉത്സവ പറമ്പില് ആൾക്കാർക്ക് മാക്ബത്ത് വേണ്ട, ഹാംലെറ്റ് വേണ്ട, കർണൻ വേണ്ട, ഭീഷ്മര് വേണ്ട. കഥാപ്രസംഗം മരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാമിയണ്ണ. അതുകൊണ്ടാണ് ഒരു പുതിയ പരീക്ഷണം. യുവാക്കളെ പിടിക്കണം, യൂത്തിനെ പിടിക്കണം. ഇപ്പൊ സിനിമ പോലെ ന്യൂ ജനറേഷൻ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ്ബുക്കിൽ പിടിച്ചിരിക്കുന്നത്. എന്റെ പുതിയ കഥയുടെ പേര് ഫേസ്ബുക്ക്. സഹൃദയരെ, ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ നവമാധ്യമങ്ങളെ കുറിച്ച് നമുക്കറിയാം. പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതേ അവസരത്തിൽ അപകടകാരികളുമാണ്. ആരാ വരും? ഞാൻ ഫിലിം ഡയറക്ടർ ഡിക്രൂസ്. നമസ്കാരം. ഇത് എന്റെ അസോസിയേറ്റ് അശ്വിനി. ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ കാതരൻ. നമ്മള് കൺട്രോളറാണ് മൊയ്തീൻ. സിനിമാ രംഗത്തെ പ്രതിഭകൾക്ക് കളിക്കുള്ള കമലേഷിന്റെ സ്വാഗതം. ആഗമനോദ്ദേശം എന്താണെന്ന് പറഞ്ഞിടു ഡിക്രൂസാറേ. ആഗമനോദ്ദേശം എന്താണെന്ന് പറഞ്ഞിടു ഡിക്രൂസാറേ. ഞങ്ങൾക്കൊരു സത്യം പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ ആ ഫീലിംഗിലായി പോയത്. സർപ്രൈസ് ആയി പോയത്. വന്ന കാര്യം ഞങ്ങൾ ഇവിടെ തിരക്കിട്ട് റിഹേഴ്സൽ ആണോ? കാരണം പുതിയ കഥയാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കഥ. ഞങ്ങൾ ആദ്യമായിട്ട് അതിന്റെ ഇനോഗ്രേഷൻ ആണ്, അതിന്റെ തിരക്കിലാണ്. അധികം സമയം എടുക്കാതെ അതെ. ഇപ്പൊ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു മൂവി എടുക്കുന്നുണ്ട്. ആ മൂവിയിൽ ഒരു കേരളത്തിലെ പ്രശസ്തമായ ഒരു ഘാതകനാണ് ഈ നായികയുടെ അച്ഛൻ. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ കഥാപാത്രം, ഇപ്പൊ നമ്മൾ ഈ ഒരു കഥാപാത്രത്തെ പറ്റി പഠിച്ചിട്ടാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പൊ അത് ഈ നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടു. ഘാതകനാണ്, ഫേമസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ കഥാപ്രസംഗത്തെ പറ്റിയുള്ളൊരു കഥ ഞങ്ങൾക്കത് മനസ്സിലാക്കിയും നിങ്ങളുടെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ. മാത്രമല്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള ഘാതികന്റെ ചലനങ്ങളും കാര്യങ്ങളെല്ലാം കൂടെ ഒബ്സർവ് ചെയ്ത് ഞാൻ സ്റ്റോർ ചെയ്ത് പിന്നെ അത് എഴുതിയെടുത്ത് സിനിമയാക്കാനുള്ള പ്ലാൻ. അതാണ് ഞാൻ നേരിട്ട് വന്നത്. ഷൂട്ട് ചെയ്യേണ്ടേ വരും. ഷൂട്ട് ചെയ്യണം നമുക്ക്. നായികയുടെ അച്ഛനാണ് കാതികൻ. ഓക്കെ, ഇത് ഷൂട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങളൊന്ന് മേക്കപ്പ് ചെയ്തിട്ടൊക്കെ. നിങ്ങളല്ല അഭിനയിക്കണേ വേറെ ആൾക്കാരാണ്. അഭിനയിക്കുന്ന വേറെ ആളാണ്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ പാടുപെട്ട് കഥ പറയും, നിങ്ങൾ വേറെ ആളുടെ തല വെച്ച് കാണിക്കും. അങ്ങനല്ല, അത് പറ്റില്ല. അത് ആ ചീറ്റിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ സിനിമയിൽ നടക്കും. കഥാപ്രസംഗത്തിൽ അത് നടക്കില്ല. കഥാപ്രസംഗം സത്യമുള്ള കലയാണ്. കഥാപ്രസംഗം സത്യമുള്ള കലയാണ്. പക്ഷെ ഈ നിന്ന് പറയുന്നത് പോലെ അല്ലല്ലോ അഭിനയം എന്ന് പറയുമ്പോൾ കാര്യങ്ങളും. കഥാപ്രസംഗത്തിന് പാടാനുള്ള കഴിവ് വേണം, പറയാനുള്ള കഴിവ് വേണം, അഭിനയത്തിനുള്ള കഴിവ് വേണം. സാംബശിവൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ ഗുരുവാണ്. ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. നമ്മള് കുറ്റം പറയല്ല. അതായത് ഇപ്പൊ ഈ കഥാപ്രസംഗം നമ്മൾ റേഡിയോ വെച്ചിട്ട് ഓൺ ചെയ്ത് കേൾക്കുന്നവരേ ഉള്ളൂ. പക്ഷെ സിനിമ അങ്ങനല്ല. സിനിമ വിവിധ ഫ്രെയിമുകൾ കൂട്ടിച്ചേർത്ത ഒരു മൂവിയാണ് സിനിമ. അതാണ് സിനിമ, ദൃശ്യമാധ്യമമാണ് സിനിമ. നിങ്ങള് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ട് ഇത് കാശ്മീർ ആണെന്ന് പറയുന്നു. അതെ, കാശ്മീർ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് കാശ്മീർ ആണെന്ന് പറയുന്നു, ഇല്ലേ ദാസണ്ണ? ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം? ഒരു ഉത്സവ പറമ്പില്, ഒരു വേദിയില് കാശ്മീരിനെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പൊ ഏതാണ് മഹത്വം? നിങ്ങൾ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നു, ഞങ്ങൾ ഷൂട്ട് ചെയ്യാതെ കാശ്മീരിന്റെ ചിത്രം കഥയിലൂടെ. കാശ്മീരം കാശ്മീരം മഞ്ഞു പൊഴിഞ്ഞൊരു കാശ്മീരം, കാശ്മീരം കാശ്മീരം മഞ്ഞു പൊഴിഞ്ഞൊരു കാശ്മീരം,
അതാ നോക്കൂ, അവിടെ മഞ്ഞ് പൊഴിഞ്ഞിരിക്കുന്നു. ആ കാശ്മീർ മലമടക്കുകളിൽ എന്തൊരു കുളിര്, എന്തൊരു തണുപ്പ്. ആ കാശ്മീരത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നോക്കൂ, ആ കാശ്മീരത്തിലേക്ക് നോക്കൂ. ആ താഴ്വരയിൽ ആരാണ് വരുന്നത്? ഇത് കഥാപ്രസംഗത്തിൽ നടക്കും. ഞാൻ അറിയാൻ വല്ലതും ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറ്റം പറയല്ല, നമ്മൾ രണ്ട് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമയും കഥാപ്രസംഗവും എല്ലാം കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ അവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അവിടെ നോക്കുന്നു പറഞ്ഞ പ്രേക്ഷകരെ പറഞ്ഞുതരാം. പ്രേക്ഷകരെ ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ ആനയിക്കുക. ഒരു നോവൽ വായിക്കുമ്പോൾ ഓരോ കഥാപാത്രങ്ങളെയും വായനക്കാരൻ ഓരോ രീതിയിലാണ് കാണുന്നത്. അതേപോലെ കഥ പറയുമ്പോൾ അവിടെ നോക്കൂ എന്ന് പറയുമ്പോൾ ഉത്സവ പറമ്പ് നമ്മൾ കാശ്മീരാക്കി മാറ്റും, ഞങ്ങൾ ചെക്കോസ്ലോവാക്കിയാക്കി മാറ്റും, ഞങ്ങൾ ബെർലിനാക്കി മാറ്റും, കൽക്കട്ടയാക്കി മാറ്റും. യുദ്ധം, ഈ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം, യുദ്ധം യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം. മഹാത്മാഗാന്ധി അറസ്റ്റിൽ, നേതാക്കന്മാർ ഒളിവിൽ. മഹാത്മാഗാന്ധി അറസ്റ്റിൽ, നേതാക്കന്മാർ ഒളിവിൽ. കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ കിരണൻ കസ്റ്റഡിയിൽ, കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ കിരണൻ കസ്റ്റഡിയിൽ. അതെ, ലോക മഹായുദ്ധത്തിന്റെ പ്രതീതി. മഹാത്മാഗാന്ധി അറസ്റ്റിൽ. ഇതൊക്കെ സിനിമയിൽ കാണിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെ നിങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യും? ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നതല്ല പറയും. അപ്പൊ രണ്ട് കലയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം സമ്മതിച്ചല്ലോ. കൈ കൊടുക്ക്, കൈ കൊടുക്ക്, കൈ കൊടുക്ക്. ഇനി കാര്യം. അപ്പൊ ഇനി നായികയുടെ അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കുകയാണ്. ആയിക്കോട്ടെ, കഥ കിട്ടണ്ട, ആയിക്കോട്ടെ. ഇവിടെ മോചന എന്താണ് കിട്ടണം നീ പറഞ്ഞത്? പിറക്കണല്ലോ, പൈസ കുറച്ചെടുത്താ പോലെ. അതല്ല, എന്തായാലും പൈസ കുറച്ചൊന്നും തന്നാ പോരാ, ഒരു കഥയുടെ കാശ് കിട്ടണം. റിഹേഴ്സൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ശരി, ഒരു കഥയുടെ കാശ് കിട്ടണം. അത് വേണം. എങ്കിലേ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കും. റിഹേഴ്സൽ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ മൈന്യൂട്ട് ആയിട്ടുള്ള കാതികന്റെ ജീവിതം എന്താണെന്നൊക്കെ ഷൂട്ട് ചെയ്യാനല്ലേ പോകുന്നത്. അതെ അതെ. അപ്പൊ അതൊക്കെ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു തരാം. അതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. കാശ് തരണം, ഒരു കഥയുടെ ഫുൾ കാശ് തരണം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വേദിയിൽ വന്ന് ഷൂട്ട് ചെയ്യും. ഞങ്ങളുടെ കഥ ഷൂട്ട് ചെയ്യും, കഥാപ്രസംഗം ഉദ്ഘാടനം ഷൂട്ട് ചെയ്യും. അതാകുമ്പോ ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നമുക്ക് അപ്പൊ അവിടെ ചെലവാവൂല്ലേ? അതാണത്. നമ്മളൊരു കോംപ്രമൈസ് പറയട്ടെ. ഇപ്പൊ ഇങ്ങനെ ഏതായാലും നമ്മക്ക് വേണ്ടിയില്ല, നിങ്ങൾ ഇവിടെ റിഹേഴ്സൽ നടത്തുന്നിടത്തിലേക്ക് നമ്മൾ വന്നതല്ലേ. അപ്പൊ നിങ്ങൾ ഈ മുഴുവൻ പൈസ എന്നുള്ള നിങ്ങൾ അങ്ങനെ പറയരുത്. ഒരു പകുതി പൈസ നിങ്ങളാണ് തയ്യാറാക്കി. അത് ശരിയാ, അത് മൊയ്തീൻ പറയാം. അല്ലേ, പകുതി പൈസ. നമ്മുടെ റിഹേഴ്സൽ നടക്കും, അവർക്ക് ഷൂട്ടിംഗ് ചെയ്യാം. ഓക്കെ, പകുതി കാശിന് ഓക്കെ, 50-50 പകുതി കാശിന് ഓക്കെ. അപ്പൊ നമ്മുടെ കഥ നമ്മളിവിടെ പ്രസന്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ നേരത്ത്, റിഹേഴ്സൽ ആണല്ലോ, ഷൂട്ട് ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾ പറയണം. പറഞ്ഞു മനസ്സിലായില്ലേ? ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഇത് കഥ അവതരിപ്പിക്കുമ്പോൾ തിരുത്തിയാൽ എനിക്ക് ക്ഷീണമാണ്. പിന്നെ ഒരു സജഷൻ ഉണ്ട് കേട്ടോ. എന്താണ്? ഇപ്പം സാധാരണ അത് നിങ്ങളെ കുറ്റം പറയുമല്ല, ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോഴേ എല്ലാവരുടെ മനസ്സിലൊരു ജുബയും ഇത് അത് മാറ്റിയിട്ടൊരു കോട്ട് സൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവോ എന്നൊരു, അല്ല നിങ്ങളുടെ അങ്ങനെ പറയുമല്ല. നമ്മള് കോട്ടും സൂട്ടും ഇട്ട് എന്ത് വാർത്താ വായന ഇല്ലേ? നമ്മുടെ ഈ സാധാരണക്കാരന്റെ കലയാണ് കഥാപ്രസംഗം. ഇതാ കണ്ടില്ലേ? ദാസണ്ണൻ, സാമ്യണ്ണൻ, റോബിൻസൺ, ഞങ്ങളെല്ലാം സാധാരണക്കാരാണ്. ഞങ്ങൾ പുതിയ കഥയാണ്. സാധാരണ ഈ പുരാണ കഥകള്, ഈ കർണൻ, അതൊക്കെ ഒരുപാട് അവതരിപ്പിച്ചു. ഭീഷ്മർ, ശ്രീകൃഷ്ണൻ, പിന്നെ വനവാസം, പിന്നെ അധ്യാത്മ രാമായണം, ഇതൊക്കെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചു. പക്ഷെ ഇപ്പോ അതൊന്നും ആൾക്കാർക്ക് വേണ്ട. അണ്ണാൻ കരിഞ്ഞത് അങ്ങോട്ട് ഏതാ? അണ്ണാൻ കരിഞ്ഞത്, അണ്ണാൻ കരിഞ്ഞാൽ അത് എന്റെ അല്ല, അത് എന്റെ ബ്രദറിന്റെ കളിക്കുള്ള സുമേഷിന്റെ. ഞങ്ങൾ രണ്ടും തമ്മിൽ എപ്പോഴും മാറിപ്പോകും. അവന്റെ കഥയാണ്. ഫേസ്ബുക്കല്ലോ ജീവിതം, ഒരു ഫേസ്ബുക്കല്ലോ ജീവിതം. ഇപ്പൊ എല്ലാം ഫേസ്ബുക്കിന്റെ കാലമല്ലേ? ബന്ധങ്ങൾ തുടങ്ങാൻ ഫേസ്ബുക്ക്, ബന്ധങ്ങൾ തകരാൻ ഫേസ്ബുക്ക്, ബന്ധങ്ങൾ തുടങ്ങാൻ ഫേസ്ബുക്ക്, ബന്ധങ്ങൾ തകരാൻ ഫേസ്ബുക്ക്, അടുക്കാൻ നിമിത്തം ഫേസ്ബുക്ക്, അകലാൻ നിമിത്തം ഫേസ്ബുക്ക്. ഫേസ്ബുക്കല്ലോ ജീവിതം, ഒരു ഫേസ്ബുക്കല്ലോ ജീവിതം. വാ, വളരെ സാറ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ പോലെ എത്ര പയ്യന്മാരെ കൊണ്ട് തലവെച്ച് കൊടുക്കുന്നത്. ജീവിതം മറിഞ്ഞു പോയ എത്ര ജീവിതങ്ങൾ നമുക്കറിയാം. കറക്റ്റാ. കണ്ട് പടി, ഇതാ ഇങ്ങനെ വേണം എഴുതാൻ. എഴുതാ, ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്ക്, ഫേസ് എന്ന് പറഞ്ഞാൽ മുഖം, ബുക്ക് എന്ന് പറഞ്ഞാൽ പുസ്തകം. പുസ്തകത്തിന് പല താളുകളുണ്ട്. അപ്പൊ മുഖത്തില്, ഒരാളുടെ മുഖത്തില് ഒരു സ്ഥായിയായ വികാരം,
അതുണ്ടാവും, സ്നേഹത്തിന്റെ ആയിരുന്നാലും. ഇത് പുസ്തകം എന്ന് പറയുമ്പോൾ ഇത്രയുള്ള പുസ്തകമെങ്കിൽ ഒരു ഫേസിൽ തന്നെ പല തരത്തിലുള്ള വികാരം വന്ന് നിറയുന്ന രീതിയിൽ മുഖത്ത് ഒരുപാട് താളുകൾ വരുന്നതാണ് ഫേസ്ബുക്ക്. വളരെ വലിയൊരു കണ്ടുപിടുത്തമാണ്. അതാണ് മുഖപുസ്തകം. അങ്ങനെ പാടില്ല. ഈ ഫേസ്ബുക്ക് വന്നാലുള്ള ഒരു കുഴപ്പം എന്താ അറിയോ? ആ. പണ്ടൊക്കെ റോഡ് സൈഡിൽ ആരെങ്കിലും വണ്ടി ഇടിച്ച് ചാകാൻ കിടന്നാല് വേഗം എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിന്. ഇപ്പൊ അതല്ല, ചുറ്റും ആൾക്കാർ കൂടി നിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് ഫേസ്ബുക്കിലിട്ട് ലൈക്കും കമന്റും വാങ്ങുക. അതാണ് കറക്റ്റ്. അതുകൊണ്ട് തോന്നുന്നു ഇംഗ്ലീഷുകാരൻ തന്നെ അതിനിട്ടിരിക്കുന്ന പേരെന്താ? ഇന്റർനെറ്റ്. വല എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇന്റർനെറ്റ്. തളിർവലയോ താമരവലയോ താളിപ്പൊൻവലയോ. അതൊന്നുമല്ല ഇതൊരു ആന്തരിക വലയാണ്. മനുഷ്യനെ മാസ്മരിക ലോകത്തിലേക്ക് നയിച്ച് തെറ്റിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് അവനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു മാന്ത്രിക വലയാണ് ഇന്റർനെറ്റ്. നമ്മുടെ നായികയുടെ പേരാണ് മാലിനി. ഞങ്ങളുടെ നായകൻ ഒരു മാലിന്യം എന്നല്ല, വേറെ പേരാ. സോറി, ജയിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ലോകത്തായി പോയി. സോറി. ഇവരുടെ സിനിമയിലെ കഥയിലെ നായികയുടെ പേര് വേറെ അതാണെന്ന് വിചാരിച്ചാൽ പറ്റിപ്പോയത്. ഞാൻ ഉദ്ദേശിച്ചു കൊള്ളാലടാ. ഇവരുടെ റിയാക്ഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പരിപാടി കലക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി പരിപാടിയാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറയണം. നാട്ടുകാരുടെ മുമ്പ് വെച്ച് എന്റെ നാണം കെടുത്തരുത്. ഇപ്പൊ പറഞ്ഞോളൂ, എന്ത് ചേഞ്ച്, ട്യൂൺ ചേഞ്ച് വേണോ, വരികൾ ചേഞ്ച് വേണോ, എനിക്ക് പ്രശ്നമില്ല. അപ്പൊ നായികയെ കുറിച്ച്, നായികയുടെ പേര് മാലിനി. ഋതുക്കളിൽ അവൾ വസന്തം, ഋതുക്കളിൽ അവൾ വസന്തം, കലകളിലോ അവൾ സംഗീതം, മാസങ്ങളിൽ അവൾ മകരമാസം, മാസങ്ങളിൽ അവൾ മകരമാസം, പൂവുകളിൽ അവൾ റോസാപ്പൂ, പൂവുകളിൽ അവൾ റോസാപ്പൂ. അല്ല, എപ്പോഴും ഉള്ളതാണ് ഈ പൂരം. ഒന്ന് മാറ്റി പിടിച്ചാൽ, ഒരു പഴമ ഒന്ന് മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും. അല്ല, ഇപ്പോഴത്തെ പൂവിന്റെ പേര് പറയുകയാണെന്നുണ്ട്, പൂവുകളിൽ അവൾ ആന്തൂറിയം, പൂവുകളിൽ അവൾ ആന്തൂറിയം. അത് മതിയോ? ആന്തൂറിയം പൂ മാറ്റിയിട്ടില്ല, വേറെ ഏതെങ്കിലും രീതിയിലൊന്ന് വർണ്ണിക്കാൻ പറ്റുമോ? ഈ പ്രണയത്തിന് പൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും റോസ് പൂ തന്നെയാ. അല്ലാണ്ട് റോസ് പൂ കൊടുക്കണേ പറയും ചെമ്പരത്തി പൂ കൊടുക്കാൻ പറ്റില്ല. ചെമ്പരത്തിപ്പൂ വയ്ക്കും പ്രേമത്തിന് ശേഷം. ചെമ്പരത്തിപ്പൂ വയ്ക്കും ഞാൻ ഊളംപാറയിൽ പോകും, ചെമ്പരത്തിപ്പൂ വയ്ക്കും ഞാൻ ഊളംപാറയിൽ പോകും, കുതിരവട്ടത്തു ഞാൻ പോകും, താടി വളർത്തി നടക്കും, താടി വളർത്തി നടക്കും. ഇത് പ്രേമിച്ചാലുള്ള അവസ്ഥയാണ്. പ്രേമത്തിന് അങ്ങനെയാണല്ലോ, റോസാപ്പൂ തുടങ്ങും, അവസാനം ചെമ്പരത്തി പൂവിൽ അവസാനിക്കും. അതെ, സ്പഷ്ടമായിട്ടുള്ള കാര്യം. ഒരു റിക്വസ്റ്റോട് ഉണ്ട് കേട്ടോ. കാതര, നമുക്കേ നമ്മുടെ നായകൻ ഈ പ്രണയനൈരാശ്യം വന്ന പുള്ളിക്ക് ഭ്രാന്താവുന്ന സീനുണ്ട്. ഉറപ്പായിട്ടും ഈ പാട്ട് നിങ്ങൾ തന്നെ ചെയ്തു തരുന്ന സിനിമയിൽ. ഈ നല്ല വരികളാണത്. ഈ പാട്ടിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്.